ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പീക്ക് എന്ന് പറഞ്ഞൊരു പുതിയ ബ്ലോക്ക് ചെയിൻ അല്ല, ഓൾറെഡി അവർ സീസൺ 1 കഴിഞ്ഞു. അപ്പോൾ സീസൺ 2 ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സീസൺ 1 അത്യാവശ്യം എല്ലാവർക്കും, അതായത് ആക്റ്റീവായിട്ട് ചെയ്ത എല്ലാവർക്കും മിനിമം ഒരു $200 അല്ലെങ്കിൽ ഒരു $300 ഒക്കെ വർത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സീസൺ 1 കുറേ ആൾക്കാർ എന്തായി ഫെയ്ഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ കാര്യങ്ങൾ ചെയ്തില്ല, ഇതിന് വല്ല റിവാർഡ് കിട്ടുമോ, ഇതിനത്ര പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ സീസൺ 1 ചെയ്തില്ല. അങ്ങനെ ചെയ്യാതിരുന്നപ്പോൾ കുറച്ച് യൂസേഴ്സ് മാത്രം നല്ല രീതിയിൽ എലിജിബിൾ ആവുകയും അതിൽ കുറേ യൂസേഴ്സിന് നല്ല റിവാർഡ് കിട്ടുന്നത്. ചിലർക്കൊക്കെ $800 $1000 കിട്ടി. അപ്പോൾ ഇത് ഓൾറെഡി മെയിൻ നെറ്റ് ഇറങ്ങിയ ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിലുള്ള കുറച്ച് ടാസ്കുകളൊക്കെ മെയിൻ നെറ്റ് ടാസ്കുകളാണ്. മെയിൻ നെറ്റ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫണ്ട് കൊണ്ടുവരണം. പക്ഷേ കുറേ ടാസ്കുകൾ ഫ്രീ ആയിട്ടുണ്ട്. ഇവിടെ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം, ഇതിൽ കുറച്ച് ടാസ്കുകൾ കുറച്ച് ടഫുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് നാളൊക്കെ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന ടെസ്റ്റ് നെറ്റ് ഇറ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ മാറി. അതായത് വെറുതെ സ്വാപ്പ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കുറേ പോയിന്റ് കിട്ടും, അതിനനുസരിച്ച് കുറേ കോയിൻ കിട്ടും. അങ്ങനെയുള്ളൊരു ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് റിയൽ യൂസേഴ്സിന് റിവാർഡ് കൊടുക്കുന്ന ഒരു സ്ട്രക്ചറിലേക്ക് ഇപ്പോഴത്തെ എയർ ഡ്രോപ്പുകൾ മാറിയിട്ടുണ്ട്. അത് തന്നെയാണ് പീക്ക് നോക്കുന്നത്. 210 മില്യൺ പീക്ക് ടോക്കൺസ് ആണ് ഈ ഒരു സീസണിൽ കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവരൊരു വീക്കിലി പോസ്റ്റിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്ത്ലിയാണ് റിവാർഡ് കൊടുക്കുന്നത്. പക്ഷേ അതെനിക്ക് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ അത് എങ്ങനെ റിവാർഡ് ആയാലും നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ മാക്സിമം എക്സ്പി എടുക്കാൻ നിൽക്കുക. അപ്പോൾ ഇതിൽ ടാസ്കുകൾ കുറച്ച് ടഫാണ്, എന്നെക്കൊണ്ട് പറ്റില്ല, ടൈം ടേക്കൺ ആണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ മിസ്സാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്സാവാനുള്ള ചാൻസസും ഉണ്ട്. ഇതേ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഒരുപാട് പേര് എന്ത് ചെയ്യും, ഈ പ്രോജക്റ്റ് ചെയ്യാതിരിക്കാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, 200 ആൾക്കാരിൽ 10 ആൾക്കാർ വളരെ എഫേർട്ട് ഇട്ടിട്ട് വളരെ നന്നായിട്ട് ഇതിനുള്ള ടാസ്കുകളൊക്കെ തീർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, അതിൻ്റേതായ പ്രോഫിറ്റ് ഈ ഒരു പീക്ക് മെയിൻ നെറ്റ് വഴി കിട്ടും, അതായത് സീസൺ 2 വഴി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പീക്ക് സീസൺ 2 എന്ന് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ആപ്പുകളുടെ ലിങ്കുകളും നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള മോസ്റ്റ് ടാസ്കുകളും ആപ്പുകളാണ്, അതായത് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്പുകളാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും മനസ്സിൽ വയ്ക്കേണ്ടത്, നിങ്ങളിവിടെ പീക്കിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഇമെയിൽ ഉപയോഗിക്കണമെങ്കിൽ, നിങ്ങളുടെ പ്രൊഫൈലിൽ കൊടുക്കാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഇമെയിൽ ഉപയോഗിക്കണമെങ്കിൽ സെയിം ഇമെയിൽ അല്ലെങ്കിൽ സെയിം വാലറ്റ് ഈ ടെസ്റ്റ് നെറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിലുടനീളം എവിടെയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടോ, അതായത് ഇതിനുള്ളിൽ പീക്ക് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ചെയിനാണ്. ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഡീപ്പിന് വേണ്ടിയിട്ടുള്ള ബ്ലോക്ക് ചെയിനാണ്. അപ്പോൾ ഈ പീക്ക് എന്ന് പറഞ്ഞാൽ ഡീപ്പിന് വേണ്ടിയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ട്, ഡീപ്പിനുകളുണ്ട്. അപ്പോൾ ആ ഡീപ്പിനുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ വർക്ക് ചെയ്യേണ്ടതും. അതുപോലെ തന്നെ ആ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്, എക്സ്പി കിട്ടുന്നത്. അപ്പോൾ ആ ഡീപ്പിനുകൾ മോസ്റ്റ് എന്താണ്, നമുക്ക് മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ്, മാപ്പ് ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ അതിലാണ് നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം വന്ന് ഗെറ്റ് റിയൽ എന്ന് പറഞ്ഞ സംഭവം ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം ഒരു NFT മിൻറ്റ് ചെയ്യാനുണ്ട്. ഞാനിത് സീസൺ 1 ചെയ്താൽ അതെനിക്ക് വീണ്ടും റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളിത് വെറുതെ മിൻറ്റ് ചെയ്താൽ മതി എന്ന് തോന്നുന്നു. അതിന് ഫണ്ട് കൊടുക്കണമെന്നാണ് ഒരു ഇത്, ഫണ്ട് കൊടുക്കണം വേണമെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് ഞാൻ എന്തെങ്കിലും കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് പറയുകയും ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുന്നതാണ് സീസൺ 1 ഓൾറെഡി ചെയ്ത യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വെറുതെ നിങ്ങൾ സൈൻ ചെയ്താൽ മതി. നിങ്ങളുടെ പഴയ അക്കൗണ്ട് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, നിങ്ങളുടെ ഒരു NFT, അതായത് തുടക്കുന്നതിന് എടുക്കുമ്പോൾ ഒരു റോബോട്ടിൻ്റെ ഇതുള്ള ഒരു NFT ഉണ്ട്. ആ NFT നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് വാലറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ പോകേണ്ടത് പ്രൊഫൈലിലേക്കാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇതുവരെ ഏൺ ചെയ്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, എനിക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഇത്ര പോയിന്റ്സ് കണ്ടില്ലേ, 1000 XP നിങ്ങൾ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും, ഒരു മൈൽ സ്റ്റോൺ റിവാർഡായിട്ട് ഇവിടെ അടുത്തൊരു XP 100 XP കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ ഓരോ മൈൽ സ്റ്റോൺ അനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ XP കിട്ടും. അപ്പോൾ ഇതാരും ക്ലെയിം ചെയ്ത് പോകാതിരിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളിവിടെ ക്ലെയിം ചെയ്ത് ഇപ്പുറത്ത് ക്വസ്റ്റിൽ ക്ലെയിം ചെയ്തെടുക്കുന്ന പോയിന്റ് അനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ ക്ലെയിം ചെയ്ത് കിട്ടും. അപ്പോൾ ഇത് മിസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 10 XP ആയാലും 200 XP ആയാലും 100 XP ആയാലും അതിന് വളരെ വാല്യൂ ഉണ്ടാവും. അത് നിങ്ങളുടെ ലീഡർ ബോർഡിൽ നല്ല താഴേക്ക് തള്ളാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും കിട്ടുന്ന ഓരോ XP എന്ത് ചെയ്യാൻ വളരെ ക്ലിയർ ആയിട്ട് ഏൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇവിടെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവും. ഈ ഇമെയിൽ അഡ്രസ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കൊടുക്കേണ്ടത്. ഈ ഇമെയിൽ അഡ്രസ്സ് തന്നെയാണ് നിങ്ങൾ ഡീപ്പിൻ ആപ്ലിക്കേഷനിൽ എവിടെയൊക്കെ യൂസ് ചെയ്യണ്ടോ അവിടെയൊക്കെ യൂസ് ചെയ്യേണ്ടത് ഈ സെയിം ഇമെയിൽ അഡ്രസ്സ് തന്നെ ആയിരിക്കണം. അവർക്ക് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അതിനുശേഷം ക്വസ്റ്റിലേക്ക് വരാം. ഇവിടെയാണ് നമുക്ക് കുറേ ക്വസ്റ്റുകളുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഫണ്ട് കൊണ്ടുവരാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ, അതായത് പീക്ക് ബ്ലോക്ക് ചെയിനിലോട്ട് പീക്ക് കോയിൻ കൊണ്ടുവരണം. പീക്ക് എന്ന് പറഞ്ഞാൽ പീക്ക് ബ്ലോക്ക് ചെയിൻ പീക്ക് എന്ന് പറഞ്ഞിട്ടുള്ളുണ്ട്. അപ്പോൾ ആ കോയിൻ കൊണ്ടുവരാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്രിഡ്ജ് ടോക്കൺസ് കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് സ്റ്റാർ ഗേറ്റിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സൈറ്റിലേക്കാണ് പോവുക. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്നിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ചെയിനിൽ നിന്ന്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എതീറിയം ചെയിനിൽ അല്ലെങ്കിൽ ഇപ്പോൾ BNB ചെയിനിൽ USDC ഉണ്ട്, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പീക്ക് ചെയിനിൽ പീക്ക് കോയിനിലേക്ക് നിങ്ങൾക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് BNB ചെയിനിൽ തന്നെ പീക്ക് കോയിൻ മേടിച്ചിടണം. എന്നിട്ട് ആ പീക്ക് കോയിന് വേണം എന്ത് ചെയ്യാനായിട്ട്, ഇങ്ങോട്ട് ബ്രിഡ്ജ് ചെയ്യാനായിട്ട്. അതായത് നിങ്ങളുടെ എവിടെയെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ബേസിൽ എത്തിറിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബേസ് എത്തിരത്തുനിന്ന്
BNB ചെയിനിലെ പീക്ക് കോയിനിലേക്ക് ബ്രിഡ്ജ് ചെയ്യണം. അതിനുശേഷം BNB ചെയിനിലെ പീക്ക് കോയിന്ന് പീക്ക് ചെയിനിലെ പീക്ക് കോയിനിലേക്ക് ബ്രിഡ്ജ് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്യണ മെത്തേഡ്. പക്ഷേ ഇതൊരു ടഫായ കാരണം നമ്മൾ സ്റ്റാർ ഗേറ്റ് ഉപയോഗിക്കുന്നില്ല. അതിന് പകരം സ്ക്വിഡ് റൂട്ടർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി ഏറ്റവും എളുപ്പം. അപ്പോൾ ഈ ഒരു റൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, പീക്കിലേക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഡെസ്റ്റിനേഷൻ എന്ത് ചെയ്യുക, ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ പീക്ക് എന്ന് സെർച്ച് ചെയ്യുക. പീക്ക് എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പീക്ക് ചെയിൻ ഇപ്പുറത്ത് കാണാൻ പറ്റും, പീക്ക് കോയിൻ ഇപ്പുറത്ത് കാണാൻ പറ്റും. അപ്പോൾ രണ്ടിനെ സെലക്ട് ചെയ്തത് അത് രണ്ടും ഉറപ്പിക്കുക. ഈ ഒരു സിമ്പിളും ഇതാണെന്ന് ഉറപ്പിക്കുക. അപ്പോൾ പീക്ക് ചെയിൻ സെലക്ട് ചെയ്തു. ഇനി ഇവിടെ നിങ്ങൾക്ക് എവിടെ നിന്നുള്ള കോയിനാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ എനിക്കിപ്പോൾ BNB ചെയിനിൽ എനിക്ക് USDC എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ USDC എടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഞാനൊരു 10 USDC ഞാനിങ്ങോട്ട് ബ്രിഡ്ജ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യം അപ്രൂവ് ടോക്കൺ എന്ന് കാണിക്കും. അപ്പോൾ ഗീവ് പെർമിഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ 10 USDC കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് എത്രയാണ്, 86 പീക്ക് കോയിനാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് യെസ് കൊടുക്കുന്നു, കൺഫേം കൊടുക്കുന്നു. അതിനുശേഷം സ്വാപ്പ് കൊടുക്കുക, ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യുക. അപ്പോൾ എൻ്റെ ആദ്യം ഇവിടെ എത്രയാണെന്ന് നോക്കാം, 18 ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ഇവിടെ ഇങ്ങനെ എത്ര കിട്ടും നോക്കാം. ഇപ്പോൾ $28 വർത്ത്. കാരണം ഞാനിവിടെ 10 ചെയ്തില്ലേ, ഇപ്പോൾ 10 ചെയ്തു. അപ്പോൾ സക്സസ് ആയിട്ട് എന്ത് ചെയ്തു, എനിക്കിവിടെ ഫണ്ട് ഇവിടെ കയറിയിട്ടുണ്ടെന്ന് അർത്ഥം. ഓക്കെ, വേണ്ടില്ല, ഇവിടെ എൻ്റെ ഫണ്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ എന്ത് ചെയ്തു, എൻ്റെ ഫണ്ട് കയറി. അപ്പോൾ ബ്രിഡ്ജ് ഞാൻ പറഞ്ഞു സ്റ്റാർ ഗേറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സ്റ്റാർ ഗേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ വഴികളിലൂടെ കൊണ്ടുവരും. അപ്പോൾ അതിനെ നല്ലത് സ്ക്വിഡ് റൂട്ടർ ഉപയോഗിക്കുന്നതാണ്, ഒരു ഓതറൈസ്ഡ് ആപ്പ് തന്നെയാണ്. ഇനി നമുക്ക് ക്വസ്റ്റിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഫണ്ട് ഉപയോഗിച്ചുള്ള ക്വസ്റ്റുകൾ ഞാൻ ആദ്യം പറഞ്ഞു പോകാം. അതായത് ഫസ്റ്റ് ഉള്ളത് സ്വാപ്പ് ഡെയിലി ഓൺ മെഷീനെറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ വ്യൂ ഡീറ്റെയിൽസ്, ഏത് ക്വസ്റ്റിനും വ്യൂ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഗൈഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ആ ഗൈഡ് നോക്കി എന്താ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് ശേഷം സ്വാപ്പ് $10 ഡെയിലി നിന്ന് വന്നത്. അപ്പോൾ ഞാൻ ബിഗിൻ ക്വസ്റ്റ്യൻ നിൽക്കുന്നു. അപ്പോൾ എന്ത് മെഷീൻ എക്സ് എന്ന് വന്ന് ഇവിടെ ഒരു ഡെക്സ് ആണ്, അതായത് പീക്കിന് ഒരു ഡെക്സ് പോലെയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇവിടെ USDC നിങ്ങൾക്ക് ഇവിടെ പീക്ക് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ പീക്ക് എടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഞാനൊരു 100 പീക്ക് എപ്പോഴും ചെയ്യുന്നത് ഈ ഒരു ഇതിൽ നിന്ന് പീക്കിൽ നിന്ന് ഒരു USDT അല്ലെങ്കിൽ USDC കോയിനിലേക്ക് സ്വാപ്പ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ട് അധികം ലോസ് ആവാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കാനാണ് എപ്പോഴും ചാൻസ്. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യം ഇത് കൊടുത്തു നോക്കി. അപ്പോൾ എന്തോ ഒരു എററാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്കോഡിൽ പോയി ചോദിച്ചു നോക്കുക. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പുറത്ത് എന്തെങ്കിലും അതിൻ്റെ അപ്രോക്സിമേറ്റ് ഫണ്ട് ഇവിടെ കാട്ടുന്നില്ല. ഇപ്പോൾ ഇവിടെ ശരിക്കും ആലോചിക്കുക, നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ക്വസ്റ്റുകൾ ആലോചിക്കുക. സ്വാപ്പ് ഡെയിലി എന്ന് പറയുമ്പോൾ ഇവിടെ $10 ഡെയിലിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇവിടെ വന്ന് $100. അപ്പോൾ ഇത് വോളിയം കൊണ്ടുവന്നാലും വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇവിടെ നമുക്ക് നോക്കി നോക്കാം, ടൈപ്പ് ദ എമൗണ്ട് യു വാണ്ട് സ്വൈപ്പ് ഈച്ച് ഡേ. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു $10 വെച്ച് 10 പ്രാവശ്യം സ്വാപ്പ് ചെയ്യാം USDTയിലേക്ക്. അതായാലും ചിലപ്പോൾ ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം $10 വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു 10 പ്രാവശ്യം സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ $100 ഇതിൽ ഈ ഒരു വോളിയം ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വാപ്പ് ഈ ഒരു ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് എന്ന് ഉറപ്പാക്കി എന്ത് ചെയ്യുക, ഇവിടെ വന്ന് വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും, ഇവിടെ ക്ലെയിം എന്ന് പറഞ്ഞാൽ ബട്ടനായിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യുക, അത് ക്ലെയിമും ചെയ്തെടുക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ എനിക്ക് ഈ ഒരു മെഷീൻ എക്സിൽ എന്ത് കാണുമ്പോൾ എനിക്ക് ഇവിടെ അപ്രോക്സിമേറ്റ് എമൗണ്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റിക്ക് ഇപ്പോൾ കാണാൻ പറ്റാത്തത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, 10 ടോക്കൺ അല്ല ചെയ്യേണ്ടത്, $10 വർത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ 100 അടിക്കുമ്പോൾ ശരിക്കും ഇവിടെ കാണുന്നതാണ് എത്ര വർത്തുള്ളത്. പക്ഷേ ഇതിവിടെ കാണുന്നില്ല. വാലിഡ് ഞാൻ ക്യാഷ് ക്ലിയർ ചെയ്തിട്ടും അത് കാണാൻ സാധ്യമില്ല. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാനിവിടെ ഡിഫൈ ഓപ്ഷൻ ചൂസ് ചെയ്യട്ടെ. അതുപോലെ ഇപ്പുറത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, മേക്ക് $1 സ്വാപ്പ്. $1 സ്വാപ്പിങ്ങിന് ചെയ്ത് എന്ത് കിട്ടും, എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ 5 XP നിങ്ങൾക്ക് ഡെയിലി കിട്ടും. ഞാൻ പറഞ്ഞു ഒറ്റ ദിവസം പോലും മിസ്സാക്കാതെ 5 XP ഏൺ ചെയ്തെടുക്കാനായിട്ട് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, വ്യൂ ഡീറ്റെയിൽസിന് ക്ലിക്ക് ചെയ്തിട്ട് അത് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് നോക്കാം. ഓക്കെ, അതാണ് ഫസ്റ്റ് അടുത്ത ടാസ്ക്. ഇനി അടുത്ത സ്റ്റേക്കാണ്. അപ്പോൾ സ്റ്റേക്കിന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 100 പീക്ക് സ്റ്റേക്ക് ചെയ്യണമെങ്കിൽ 150 XP കിട്ടും. 500 പീക്ക് സ്റ്റേക്ക് ചെയ്യണമെങ്കിൽ 300 XP കിട്ടും. അപ്പോൾ നിങ്ങൾ കൂടുതൽ സ്റ്റേക്ക് ആണെന്ന് വെച്ചാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത്ര XP കൂടുതൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഇവിടെ ബിഗിൻ ക്വസ്റ്റ്യൻ നിൽക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ സ്റ്റേക്കിംഗ് പോർട്ടലിലേക്ക് പോവുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ വാലിഡേറ്റേഴ്സ് കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാലിഡേറ്റ് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ APR തരുന്നതാണെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ TU യൂണിറ്റ്സ് വാലിഡേറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ പറഞ്ഞിട്ട് മിനിമം 100 സ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ APR എസ്റ്റിമേറ്റ് വന്നിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടും, മിനിമം 100 സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൊല്ലത്തിനുള്ളിൽ എത്ര കിട്ടും, 2.26 പീക്ക് റിട്ടേൺ കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ എഴുതിച്ചിട്ടുണ്ട് അൺസ്റ്റേക്കിംഗ് പീരീഡ് ഈസ് 14 ഡേയ്സ് എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം അപ്പോൾ തന്നെ അൺസ്റ്റേക്ക് ചെയ്യാന്നുള്ള കാര്യം ആലോചിച്ച് ഇവിടെ വരണ്ട. അതിനെന്ത് സംഭവിക്കും, നിങ്ങൾ സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അൺസ്റ്റേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ടാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രയാസമുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഇവിടെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഡോളർ വെച്ചുള്ള ക്വസ്റ്റുകളില്ലേ അത് ഇവിടെ ചെയ്ത് തീർക്കാനായിട്ട് നോക്കുക. അതായത് ഇപ്പോൾ സ്വാപ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, ഇപ്പോൾ ഞാൻ ഡിഫൈ ചൂസ് ചെയ്യുമ്പോൾ ടാസ്ക് കാണുന്നത് ഇവിടെ കാണാൻ പറ്റും, ഡിഫൈ എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ കാണാൻ പറ്റും. അപ്പോൾ അതിനുശേഷം ഏറ്റവും അവസാനം ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ ഒരു 500 പീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ സ്റ്റേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ വെരിഫൈ കൊടുത്താലും മതി. അതായത് ഈ ഒരു മാസാവസാനം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി
കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് വായിച്ചു നോക്കുക, ഇവിടെ എത്ര ദിവസം വേണമെന്ന് പറഞ്ഞിട്ടില്ല. അതായത് 20 ദിവസം സ്റ്റേക്ക് ഇട്ടാലും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാമെന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏറ്റവും അവസാനം ഒരു നിങ്ങളുടെ സ്വാപ്പ് ടാസ്ക് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, അതായത് ഒരു ഏറ്റവും എൻഡിങ്ങിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അന്നത്തെ ദിവസം സ്റ്റേക്ക് ചെയ്ത് ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. പിന്നെ അടുത്ത് ക്രിയേറ്റ് ഫസ്റ്റ് ലിക്വിഡിറ്റി പെയർ ആണ്. അപ്പോൾ എൽ പി എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി പെയർ. അപ്പോൾ അതിനായിട്ട് ബിഗിൻ ക്വസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ മെഷീൻ എക്സ് പോകും. അവിടെ ലിക്വിഡിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഗൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇപ്പം നമുക്ക് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് 2 ടോക്കൺ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോക്കൺ നിങ്ങളുടെ കയ്യിൽ ബ്രിഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇപ്പോൾ പീക്കും USDT ആണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കയ്യിൽ $10 പീക്ക് USDT ഉണ്ടെന്ന് വിചാരിക്കുക, പീക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, $10 തന്നെയുള്ള USDT നിങ്ങളുടെ കയ്യിൽ വേണം. അതായത് ഇപ്പോൾ ടോട്ടൽ എത്ര ഡോളർ വേണം, $20. അതിൽ $10 പീക്ക്, $10 USDT. എന്നിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ ഈ ഒരു സംഭവത്തിൽ ലിക്വിഡിറ്റി പെയർ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ലിക്വിഡിറ്റി പെയർ ആഡ് ചെയ്യുക. അതിന് ചിലപ്പോൾ കൂളിംഗ് പീരീഡ് ഉണ്ടാവും, നിങ്ങൾക്ക് എപ്പോൾ വിഡ്രോ ചെയ്യാനുള്ളത്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്തിട്ട് മാത്രം നോക്കുക. എനിക്കിപ്പോഴും മെഷീൻ എക്സൽ എന്ത് വരുന്നില്ല, എനിക്ക് ഇവിടെ ഏത് പെയറാണെന്നുള്ള കാര്യമൊന്നും ഇവിടെ വരുന്നൊന്നുമില്ല, ഒന്നും കാര്യങ്ങൾ ഇവിടെ വന്നില്ല. ഫസ്റ്റ് ഡേ തൊട്ട് എനിക്ക് ഇങ്ങനെ തന്നെയാണ്, ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, DCയിലും ചെക്ക് ചെയ്ത് നോക്കുക, ഇങ്ങനത്തെ ഇഷ്യൂ എല്ലാവർക്കും ഉണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങളവിടെ ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ലിക്വിഡിറ്റി പെയർ ആഡ് ചെയ്യുക. പറഞ്ഞ് മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ കുറേ ടെസ്റ്റുകൾ ചെയ്തിട്ടുള്ള ലിക്വിഡിറ്റി പെയർ ആഡ് ചെയ്യുന്നത്. ഫണ്ടില്ലാന്നുണ്ടെങ്കിൽ വേണ്ട, നിങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഈ ലിക്വിഡിറ്റി പെയർ ഫ്രീ ആയിട്ടുള്ള ടാസ്കുകൾ മാത്രം ചെയ്താൽ മതി. അതുപോലെ ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് ക്രിയേറ്റ് 3 യൂണീക്ക് LPs. ലിക്വിഡിറ്റി ഡെവലപ്പ് ഇവിടെ എത്തുന്നത് പീക്ക് USDT, പീക്ക് SLC, പീക്ക് OVR, പീക്ക് anyone. അപ്പോൾ ഇതിലേക്ക് അതിന് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മെഷീൻ എക്സിൽ വന്നിട്ട് ഏത് ടോക്കണാണോ ഇല്ലാത്തത്, ഇപ്പോൾ നിങ്ങൾക്ക് USDT ഇല്ല, അത് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട പെയർ പീക്കും USDT ആണെന്നുണ്ടെങ്കിൽ പീക്കിൽ നിന്ന് USDTയിലേക്ക് സ്വാപ്പ് ചെയ്യുക, സെയിം എമൗണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, അപ്പോൾ അടുത്ത പെയർ എടുക്കുന്നുണ്ടെങ്കിൽ പീക്കിൽ നിന്ന് സൈലൻസിയോ SLCയിലേക്ക് എന്ത് ചെയ്യുക, സ്വാപ്പ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആ സാധനം എന്ത് ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് ലിക്വിഡിറ്റി പെയർ ആയിട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതും ആഡ് ചെയ്യാം. 3 പേരാണ് പറഞ്ഞത്. അടുത്തത് ഡെപ്പോസിറ്റ് പീക്ക് USDT LP ഓൺ മെഷീൻ എക്സ്. അപ്പോൾ മെഷീൻ എക്സിൽ ഇത് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ട് ഏത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ $10 വാല്യൂ ഉള്ളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1050 XP കിട്ടും. ലിക്വിഡിറ്റി പെയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ $100 വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ 1610 XPയും നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് അനുസരിച്ച് എന്ത് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ പീക്കും USDT പെയറാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റും എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആവും. അതുപോലെ ഇവിടെയും ഈ ക്വസ്റ്റ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ 3 പെയർ ലിക്വിഡിറ്റി പെയർ ആഡ് ചെയ്യണം. അടുത്ത SLC ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ലിക്വിഡിറ്റി പെയർ ആഡ് ചെയ്യാൻ വന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ചെയ്യാം. കൂടുതൽ എമൗണ്ട് കൂടുന്നതനുസരിച്ച് പൈസ കൂടും. ഇപ്പോൾ എന്തായാലും ഈ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ഇടുന്ന ആൾക്കാർക്ക് നല്ല XP കിട്ടും. അതുപോലെ തന്നെ നല്ല റിവാർഡും കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ പീക്ക് AUK എന്ന് പറഞ്ഞ ടോക്കണിൽ ലിക്വിഡിറ്റി പെയർ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ പീക്ക് anyone, അതുപോലെ തന്നെ പീക്ക് OVR. ഈ ഒരു 5 ടോക്കണാണ്. ഈ ഒരു 5, അതായത് 1, 2, 3, 4, 5 ടോക്കണാണ് ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പീക്കിൽ എന്ത് ചെയ്യുന്നത്, ലിക്വിഡിറ്റി പെയർ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് ചെയ്യുന്ന എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ റിവാർഡ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഫണ്ടുള്ള ക്വസ്റ്റുകളാണ്. ഡിഫൈ എന്ന സാധനത്തിലൊക്കെ ഫണ്ടുള്ള ക്വസ്റ്റുകളാണ്. ഇതിനൊക്കെ എന്ത് വേണം, നിങ്ങൾക്ക് പൈസ വേണം. ഇനി മറ്റുള്ള ഫ്രീ ആയിട്ടുള്ള ടാസ്കിലും ചില സാധനത്തിലൊരു പൈസ വേണം, പക്ഷേ അത് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് മേടിക്കുക എന്നുള്ള കാര്യം അത് ഞാൻ കാണിച്ചിട്ടാണ്. ഇത് മനസ്സിലായി വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതിവിടെ കൺഫേം ആവുന്നില്ല, കുറേ പേർക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ DC ചെക്ക് ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു, മെഷീൻ എക്സിൽ ടാസ്ക് ഒക്കെ ചെയ്തു, അല്ലെങ്കിൽ സൈലൻസിയോട് ടാസ്ക് ചെയ്തു, എന്നിട്ട് അവർ വെരിഫൈ ആവുന്നില്ല എന്ന് പറയുമ്പോൾ 4 മണിക്കൂറൊക്കെ ടൈം പറയുന്നത്. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ, ചെക്ക് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് അവർ. ഡെയിലി കോസ്റ്റ് ആയാലും 4 മണിക്കൂർ മുന്നേ ചെയ്താലാണ് ചിലപ്പോൾ കംപ്ലീറ്റ് ആവുള്ളൂ അവർ പറയുന്നു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഡിസ്കോഡിൽ പോയിട്ട് ചോദിക്കുക. പീക്കിന് ഡിസ്കോഡിൽ എന്തായാലും ജോയിൻ ചെയ്യുക, എന്നിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മാപ്പ് മെട്രിക്സ് ആണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാമത്. ഇതിൽ കുറേ സാധനങ്ങളുണ്ടോ. അപ്പോൾ ഞാനിവിടെ ഫിൽറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് മാപ്പ് മെട്രിക്സ് നിങ്ങൾക്ക് ഇവിടെ പല ഓർഡറിലായിരിക്കും കാണാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഓർഡറിൽ കാണാൻ പറ്റും. അപ്പോൾ മാപ്പ് മെട്രിക്സിന് ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഈ മാപ്പ് മെട്രിക്സിൻ്റെ ഒരു ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ഇൻഫർമേഷനൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, ടെലിഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫോട്ടോസാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആപ്പ് ഇതായിരിക്കും നിങ്ങളുടെ ആപ്പിന് ചിഹ്നം ഉണ്ടാവുക. അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ പീക്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അതേ ഇമെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ഒരു ഈ സൈഡിലൊരു ഹാംബർഗർ മെനു കാണാൻ പറ്റും, 3 വരെയുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു മെനുവിലേക്ക് വരും. അവിടെ നിങ്ങൾ പ്രൊഫൈലുമ്പോൾ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈലുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ഇൻ ബോണസ് കാണാൻ പറ്റും. അതിനുശേഷം ഇവിടെ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷനിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഒരു ലംബോർഗിനി എന്ന് പറഞ്ഞ വെഹിക്കിൾ കിടക്കണ്ടോ, അതുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം ആഡ് ന്യൂ വെഹിക്കിൾ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വെഹിക്കിൾ ഇൻഫർമേഷൻ പേരുകളൊക്കെ മാറ്റാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടിയുടെ പേര് വയ്ക്കാം. വെഹിക്കിൾ ടൈപ്പ് ബൈക്കോ അല്ലെങ്കിൽ കാറോ ഏത് വേണമെങ്കിൽ ഇഷ്ടമുള്ള വെച്ചോളൂ. ഇഷ്ടമുള്ള വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പെട്രോൾ അങ്ങനെ ചൂസ് ചെയ്യുക. അതിനുശേഷം അപ്ഡേറ്റ് കൊടുക്കുക. നിങ്ങൾ എഡിറ്റ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഡ് ന്യൂ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷനൊക്കെ എന്ത് ചെയ്യുക, ആദ്യം മുതൽ തന്നെ കൊടുക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഏത് വെഹിക്കിൾ ടൈപ്പ് ചൂസ് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് സ്കൂട്ടറോ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ അതാണ് ഇതിൽ നിങ്ങൾ ഫസ്റ്റ് ആദ്യം ചെയ്യേണ്ടത്.
അതിനുശേഷം ഫസ്റ്റത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനാണ് വന്നിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാപ്പിൽ ഇപ്പോൾ എൻ്റെ സിറ്റീനെ എടുത്തുണ്ട്. അപ്പോൾ ഈ സിറ്റിയിൽ എന്ത് ചെയ്തത്, നിങ്ങൾക്ക് ഇവിടെ ഓരോ ചില അപ്ഡേറ്റ് ചെയ്തിട്ട് കുറേ പ്ലേസുകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഹോസ്പിറ്റലാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു ചർച്ചാണ്, അല്ലെങ്കിൽ ഒരു ലോഡ്ജാണ്, അല്ലെങ്കിൽ മോട്ടോഴ്സാണ്, കുറച്ച് സാധനം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുമ്പോൾ ക്ലിക്ക് ചെയ്യുക, ഏതെങ്കിലും ഒരു ഇതുമ്പോൾ ക്ലിക്ക് ചെയ്യുക. അതിന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു ബ്ലാക്ക് സ്ക്രീൻ താഴ്ന്ന് പൊന്തി വരും. അപ്പോൾ എന്ത് ചെയ്യുന്ന മേലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേറ്റ് പ്ലേസ് എന്ന് കാണാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, ആ അപ്ഡേറ്റ് പ്ലേസുമേ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പേരൊക്കെ അടിച്ചു കൊടുക്കണം. ഇപ്പോൾ പ്രിൻസ് കാർ വാഷ് എന്ന് ചിലപ്പോൾ മാത്രമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ വല്ല സ്ഥലത്തിൻ്റെ പേരോടോ അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്റ് കോഡോ അല്ലെങ്കിൽ താഴേക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഫോൺ നമ്പറോ ഓണറിൻ്റെ പേരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, വൈഫൈ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഇമെയിൽ ID ഉണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ അവർ ചോദിക്കും ഇത് എല്ലാ യൂസേഴ്സിനും നമ്മൾ അപ്ഡേറ്റ് ആക്കിക്കോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അപ്ഡേറ്റ് ആക്കിക്കോളാൻ പറയും. എന്നിട്ട് എന്ത് ചെയ്യും, ഗോ ടു ഹബ്ബ് ഇട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, റിവ്യൂവിനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു റിവ്യൂ ഇടുക, അടുത്ത ദിവസം ഒരു റിവ്യൂ ഇടുക, അങ്ങനെ 4 ദിവസത്തെ സ്ട്രീക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഡീറ്റെയിൽസിലേക്ക് വന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. 1, 2, 3, 4 ദിവസം സ്ട്രീക്ക് ഉണ്ട്. ഇപ്പോൾ ഈ 4 ദിവസം സ്ട്രീക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര കിട്ടും, നമുക്ക് ഇവിടെ ടോട്ടൽ ചെയ്തിട്ടുണ്ട് 800 XP കിട്ടും എന്നാണ് ഇവിടെ ടോട്ടൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ട് 4 മണിക്കൂർ എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അത് ക്ലെയിം ബട്ടൺ വരുമ്പോൾ അത് ക്ലെയിം ക്ലിക്ക് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ കറക്റ്റ് എല്ലാത്തിനും കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്യാൻ നോക്കാം. ഓക്കെ, ഞാനവിടെ അപ്ഡേറ്റ് ചെയ്തു. അപ്ഡേറ്റ് ശേഷം എന്തോ ഇവിടെ വന്നിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് ക്ലെയിം ബട്ടൺ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത് ക്ലെയിം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അത് ക്ലെയിം ചെയ്യുക. വളരെ ഈസിയാണ്. എനിക്ക് 4 മണിക്കൂറൊന്നും കാത്തിക്കേണ്ട ആവശ്യമില്ല. ചില സമയത്ത് ചിലപ്പോൾ 4 മണിക്കൂർ കിട്ടും. ഒരു മാക്സിമം പറയുന്നത് 4 മണിക്കൂർ എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ടാസ്ക്കാണ്. 4 ദിവസം കറക്റ്റ് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു സാധനം എടുത്തിട്ട് നിങ്ങൾക്ക് ബിസിനസ് അവേഴ്സോ എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. അവിടെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക, ചെറുതായിട്ടൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്തിട്ട് ഓരോ ദിവസം 4 ദിവസം മാത്രം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മൊത്തം കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ലീവ് POA റിവ്യൂ ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു സ്ഥലത്തേക്ക് പോവുക. അപ്പോൾ നിങ്ങളൊരു ടൗണിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലേക്ക് എവിടേക്കും പോയി അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ ലൊക്കേഷനിൽ എത്തി നിങ്ങൾക്ക് ആ നിൽക്കുന്ന ലൊക്കേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു പിന്ന് പോലെ കാണാൻ പറ്റും. അപ്പോൾ ആ പിറ്റുമ്പോൾ ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണ്ടും, അവിടെ താഴെ ഒരു റിവ്യൂവിൻ്റെ ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലും ഒരു റിവ്യൂ അല്ലെങ്കിൽ സ്റ്റാറൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു റിവ്യൂ അടിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു പറഞ്ഞിട്ടുണ്ട് എത്ര ഡേ സ്ട്രീക്കാണ് വന്നത്, 3 ഡേ സ്ട്രീക്കാണ് വന്നത്. അപ്പോൾ ഓരോ ദിവസം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, എനിക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുന്നില്ല അവിടെ ചെയ്തിട്ടും. അപ്പോൾ നിങ്ങൾ വീണ്ടും ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്കോളിൽ ചോദിച്ചു നോക്കുക, ആരെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടോ, അവരെങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചു നോക്കുക. ഓൾമോസ്റ്റ് എല്ലാവരും ഇതേ സെയിം മെത്തേഡ് തന്നെ ചെയ്തിട്ടും അപ്ഡേറ്റ് ആവുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു പൊസിഷനിൽ ചെന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നിട്ടല്ല, ഏതെങ്കിലും സിറ്റിയിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുക, അവിടുത്തെ ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ ആ പിന്നുമ്പോൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നിൽക്കുന്ന പൊസിഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ റിവ്യൂ ഇടാൻ പറ്റും. ആ റിവ്യൂ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വെരിഫൈ ചെയ്യുക. അങ്ങനെ 3 ദിവസം ചെയ്യുക. അടുപ്പിച്ച് 3 ദിവസം ചെയ്യണമെന്നില്ല, എന്തെങ്കിലും 3 ദിവസം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം. ചിലപ്പോൾ 1 മാസം ഉണ്ടാവുള്ളൂ ഇത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതൊക്കെ തീർക്കാനായിട്ട് നോക്കുക. ഓക്കെ, അടുത്ത SPT നാവിഗേഷനാണ്. അപ്പോൾ ഇതിന് SPT എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. അപ്പോൾ ഈ ഡിവൈസ് ഇതിൽ ഫണ്ട് കൊടുത്ത് നമ്മൾ വാങ്ങണം. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, SPT ഡിവൈസ് വാങ്ങാം. നിങ്ങൾ മാപ്പ് മെട്രിക്സിൽ പോയി കഴിഞ്ഞാൽ ആപ്പിൽ പോയി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. $150 സംതിങ് ആണ്ടാണ്. അപ്പോൾ അത് മേടിച്ച് എന്തൊരു ഒരു ചെറിയൊരു ഡിവൈസ് പോലെ കിട്ടും, ഒരു ബ്ലാക്ക് പോലത്തെ ഡിവൈസ്. എന്നിട്ട് ആ ഡിവൈസ് കൊണ്ടിട്ട് തന്നെ നാവിഗേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതിങ്ങനെ 4 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര XP കിട്ടും. ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ, ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, ഈ ഒരു സംഭവം വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഈ SPT നാവിഗേഷൻ. അടുത്ത വെരിഫൈ യൂസർ അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഗൈഡിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഗോ ടു മാപ്പ് മെട്രിക്സ് ആപ്പ് ആൻഡ് ഓപ്പൺ ദ വെരിഫൈ മാപ്പ് ടാബ്. എന്നിട്ട് വെച്ചാൽ ഇവിടെ ബിഗിൻ ക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇവിടെ മാപ്പ് മെട്രിക്സ് സൈറ്റിലേക്ക് പോകും. അതിനുശേഷം എന്ത് ചെയ്യുക, അവിടെ ഹബ്ബ് എന്ന് കാണാൻ പറ്റും. ആ ഹബ്ബ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതേ അക്കൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, അവിടെ ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ വെരിഫൈ ടു മാപ്പ് എന്ന് പറഞ്ഞ ഇത് കാണാൻ പറ്റും. അവിടെ വരിക. എന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ലൊക്കേഷൻ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ ആരെങ്കിലുമൊക്കെ ഓരോരുത്തരിട്ടാണ് നിങ്ങൾ ഇട്ടാണ് ഓരോ ഇൻഫർമേഷൻ കാണാൻ പറ്റും. അപ്പോൾ ആരെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ വെരിഫൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു GT ബാങ്ക് എന്ന സംഭവം എടുക്കുകയാണ്. അപ്പോൾ അതിൽ ആർക്ക് ഡാറ്റ ഇട്ടുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. GT ബാങ്ക് ഇട്ടേക്കാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ എന്തോ ഒരു റാൻഡമായിട്ട് ഫോട്ടോ ഇട്ടേക്കാം. അപ്പോൾ തെറ്റല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒന്നിനെ അപ്രൂവ് ചെയ്യാൻ റിജക്ട് ചെയ്യാം. അപ്പോൾ തെറ്റാണെങ്കിൽ എന്ത് ചെയ്തു, ഞാനത് റിജക്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളൊരു വെരിഫൈ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഇട്ടാണ് ആരെങ്കിലും കിട്ടുന്ന സാധനത്തിന് എന്ത് ചെയ്തു, നമ്മൾ അപ്രൂവ് ചെയ്തു. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ വന്നിട്ട് വെരിഫൈ ചെയ്യുക. ചിലപ്പോൾ അപ്പം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആവില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ കൗണ്ടർ തുടങ്ങുകയാണെങ്കിൽ അർത്ഥം എന്നിട്ട് ഇവിടെ ആയിട്ടില്ല എന്നർത്ഥം. അപ്പോൾ കൗണ്ടർ വന്നില്ല, കൗണ്ടർ വന്ന മുന്നേ ഇവിടെ വന്നു, വണ്ടില്ല, ഒറ്റ ആവശ്യം ഇവിടെ റിവ്യൂ കൊടുത്തുള്ളൂ. അപ്പോഴേക്ക് ഇവിടെ വന്നു. എന്ത് ക്ലെയിം ചെയ്യുക. അപ്പോൾ 4 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈസി ആയിട്ട് 4 ദിവസം കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. വളരെ ഈസിയാണ്. അപ്പോൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഇവിടെ മാപ്പ് മെട്രിക്സിൽ വന്നിട്ട് ഒരു റിവ്യൂ നിങ്ങൾ അപ്രൂവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതും കംപ്ലീറ്റ് ആയി. ഇനി അപ്ലോഡ് എ ന്യൂ POA എന്ന മാപ്പ്. അപ്പോൾ വ്യൂ ഡീറ്റെയിൽസ് എടുക്കുക. അപ്പോൾ ശരി, ഇവിടെ പറഞ്ഞിട്ടുണ്ട് click on the plus icon house on your screen and select the exact point you want to add the POA to the map and fill out as many fields as possible to improve the map. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഇതുപോലത്തെ ഒരു ബട്ടൺ കാണാൻ പറ്റും.
അപ്പോൾ നിങ്ങൾ എവിടെ ചെല്ലണമെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ പുറത്തെത്തി അപ്പോൾ എന്ത് ചെയ്യുന്നു അവിടെ ലൊക്കേഷൻ ഇല്ലാന്ന് നിങ്ങൾ എന്ത് ചെയ്യും അവിടെ ചെല്ലുന്നു അവിടെ ചെല്ലുന്നു ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഒരു കറക്റ്റ് ലൊക്കേഷൻ കഴിയും ഇപ്പോൾ നിങ്ങൾ ഒരു ഹോട്ടലിൽ ഇരിക്കണം അപ്പോൾ എന്ത് ചെയ്തു അതിൻ്റെ പേര് അതിൻ്റെ ഡീറ്റെയിൽസ് എപ്പോൾ ബട്ടൺ ഓപ്പൺ ചെയ്യുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ ഫില്ല് ചെയ്യുക ഇപ്പോൾ എവിടെ ചെല്ലണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീടിൻ്റെ നിങ്ങൾക്കൊരു കുളമാണ് എത്തിയണമെന്നുണ്ടെങ്കിൽ അപ്പം എന്ത് ചെയ്യുക ആ പോണ്ടിൻ്റെ ഒരു പേരുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യുക നിങ്ങളവിടെ ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ മാക്സിമം അതിൽ ഇൻഫർമേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക അതിൽ ഫില്ല് ചെയ്തിട്ട് മാക്സിമം ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക അത്രേ ഉള്ളൂ ഈ ടാസ്ക്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും നിങ്ങൾക്ക് ഇവിടെ പുതിയതായിട്ട് വന്നൊരു സാധനം എന്ത് ചെയ്യും ഇവിടെ വന്നിട്ട് അത് വെരിഫൈ ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യും അത് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ 4 ദിവസം അപ്പോൾ ഇതിനും 4 ദിവസത്തെ സ്ട്രീക്കാണുള്ളത്. ഇപ്പോൾ 4 ദിവസം സ്ട്രീക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ എക്സ്പി കിട്ടും. വളരെ ഈസിയുള്ള ടാസ്ക്കാണ്. ഇനി അടുത്ത് കംപ്ലീറ്റ് വീക്കിലി 1 കിലോമീറ്റർ ഡ്രൈവ്സ് ഓൺ മാപ്പ് മെട്രിക്സ് ആണ്. ഇതും വളരെ ഈസിയാണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ തുടക്കം പറഞ്ഞ പോലെ മാപ്പ് മെട്രിക്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിന് ശേഷം ചെയ്യുക നിങ്ങൾ ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനുള്ള ലൊക്കേഷൻ ചെയ്യുക അവിടെ സെർച്ച് ചെയ്യുക. നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യില്ലേ അതുപോലെ തന്നെ ഇവിടെ സെർച്ച് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക സ്റ്റാർട്ട് നാവിഗേഷൻ കൊടുക്കും. സ്റ്റാർട്ട് നാവിഗേഷൻ കൊടുത്തിട്ട് നിങ്ങൾ ആ ലൊക്കേഷൻ എത്തണം. ലൊക്കേഷൻ എത്തിക്കേണ്ട എന്ത് ചെയ്തു നിങ്ങൾ 1 കിലോമീറ്റർ സഞ്ചരിച്ചു. നിങ്ങൾ എങ്ങോട്ട് വേണമെങ്കിൽ പോയിക്കോ. എന്ത് ചെയ്തു 1 കിലോമീറ്റർ സഞ്ചരിച്ച് എന്ത് ചെയ്യുക നിങ്ങളവിടെ സ്ക്രീനിൽ എൻഡ് നാവിഗേഷൻ എന്ന് ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും നിങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിയെന്ന് പറഞ്ഞൊരു കാര്യമില്ല. പക്ഷേ അവിടെ എൻഡ് നാവിഗേഷൻ എടുത്തിട്ട് ഗൂഗിൾ മാപ്പ് എടുക്കും. നമ്മൾ സ്ഥലത്തെത്തിയുമ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് എടുക്കാറില്ലോ. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ആ ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൊക്കേഷൻ എത്തി കംപ്ലീറ്റ് ആയെന്നുള്ളത് എൻഡ് നാവിഗേഷൻ കൊടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക നിങ്ങളിവിടെ പോർട്ടൽ വന്നിട്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതും കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. 1 കിലോമീറ്റർ ഡ്രൈവിനുള്ള ഇതിന് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. 4 ദിവസം മാത്രം ചെയ്താൽ മതി. ഒരു 4 ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോളേജിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ലൊക്കേഷൻ ഇതിലിടുക. എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങളൊരു 4 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് വെരിഫൈ ചെയ്യാൻ നോക്കുക. അത്രത്തോളം ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാപ്പ് മെട്രിക്സിലുള്ളത്. അപ്പോൾ ടോട്ടൽ ഏകദേശം 4, 3, 7 ക്വസ്റ്റ്യാണ് മാപ്പ് മെട്രിക്സിലുള്ളത്. എല്ലാം വളരെ ഈസിയാണ്. ഒരു 5 ദിവസം കൂടെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ റെഫർ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രണ്ട്സിന് എന്ത് ചെയ്യാം അവർ നിങ്ങളുടെ ലിങ്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യാം അവരെയും റെഫർ ചെയ്യാൻ നോക്കും. അപ്പോൾ ഓൾമോസ്റ്റ് 3 ആപ്പിനായിട്ട് റെഫർ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പോയിന്റ് വേണമെങ്കിൽ നേടാനായിട്ട് സാധിക്കും. അടുത്ത ഡീപ്പ് എന്നത് സൈലൻസിയോ ആണ്. അപ്പോൾ സൈലൻസിയോയുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ടെലഗ്രാം ചാനൽ ആ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോടൊപ്പം നമ്മൾ ഇടാം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്ലേ 30 ഗെയിംസ് ഓഫ് ചാൻസ് ഓൺ സൈലൻസ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കിത് കുറച്ച് ടൈം കൺസ്യൂം ആണ്. പക്ഷേ ഇത് മാക്സിമം ഇതിലുള്ള എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ പറഞ്ഞ ടൈം കൺസ്യൂം ആയാലും ഇതിൽ കിട്ടുന്ന ഓരോ എക്സ്പിയും 10 എക്സ്പി ആയാലും 20 എക്സ്പി ആയാലും വളരെ വാല്യൂ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ അപ്പോൾ നമ്മൾ ഗൈഡിലേക്ക് എടുത്ത് ഇവിടെ കാണാൻ പറ്റും ഒരു വാച്ച് ആഡ് കണ്ടാലും കിട്ടുക. അപ്പോൾ അതിൻ്റെ ഗൈഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആപ്പിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ആപ്പ് ഉണ്ടാവുക. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ആക്റ്റീവ് മെഷർമെൻറ്റ് കാണാൻ പറ്റും. അപ്പോൾ അതിന്മേൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരു ഗ്രേ ബട്ടൺ ആയിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യും ഒരു 2-4 സെക്കൻഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യും ഇതൊരു ബ്ലാക്ക് ബട്ടണായി മാറും. അപ്പോൾ ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യുക നിങ്ങളൊരു 10 സെക്കൻഡ് കഴിയുമ്പോൾ എന്ത് ചെയ്ത് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ എന്ത് പറയും ഓക്കെ ഹോൾഡ് സ്റ്റോപ്പ് എന്ന് കാണിക്കും. ഹോൾഡ് സ്റ്റോപ്പ് കാണിച്ച് ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പോൾ ഇവിടെ കാണിക്കും നിങ്ങൾ എത്ര ഹെക്സ് ഏൺ ചെയ്യുന്ന കാണിക്കും. നിങ്ങൾ ആ ഒരു പൊസിഷൻ നിന്നിട്ട് എത്ര ഹെക്സ് ഏൺ ചെയ്യുന്ന കാണിക്കും. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക നിങ്ങൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വാച്ച് ആഡ് ടു മൾട്ടിപ്ലൈ റിവാർഡ്സ് വന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങൾ വാച്ച് ആഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്പിന്ന് കിട്ടും. ആ സ്പിന്ന് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ക്വസ്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ വന്നിട്ട് വാച്ച് ആഡ് ടു മൾട്ടിപ്ലൈ റിവാർഡ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ആഡ് വരും. ചിലപ്പോൾ 2 ആഡ് വരും. അവ 2 ആഡും മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. അതെല്ലാം ഇവിടെ സ്കിപ്പ് അടിച്ച് പോയൊരു കാര്യമില്ല. അപ്പോൾ ഒരു മേലെ ഒരു ക്ലോസ് ബട്ടൺ വരും. ആ ബട്ടൺ വരുന്നവർ വെയിറ്റ് ചെയ്യുക. ആ ബട്ടൺ വന്ന് എന്ത് ചെയ്യുക നിങ്ങൾ ക്ലോസ് ചെയ്യുക. രണ്ടാമത്തെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ അതും ക്ലോസ് ചെയ്യുക. അതിനുശേഷം തിരിച്ച് വന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലെയിം അല്ലെങ്കിൽ ട്രൈ അഗെയിൻ ട്രൈ അഗെയിൻ ആൻഡ് കണ്ടിന്യൂ എന്നൊരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ അഗെയിൻ ക്ലിക്ക് ചെയ്ത് എന്ത് ബട്ടൺ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ആഡ് കാണേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യും വീണ്ടും ഇത് സ്പിൻ ചെയ്യേണ്ടി വരും. സ്പിൻ ചെയ്യുന്നുണ്ടെന്ന് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബട്ടൺ വരും. ടാപ്പ് ടു സ്പിൻ വരും. ടാപ്പ് ടു സ്പിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരാം. സോറി ഇവിടെയാണ് വരാം ട്രൈ അഗെയിൻ വരും. അപ്പോൾ ഈ ട്രൈ അഗെയിൻ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ട്രൈ അഗെയിൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് 10x കിട്ടി. 10x കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾ വീണ്ടും ട്രൈ അഗെയിൻ കഴിഞ്ഞാൽ വീണ്ടും ആഡ് കണ്ടിട്ട് വരും. വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ ആഡ് കാണുന്നതനുസരിച്ചല്ല ഇത് ഒരു സ്പിന്ന് കറക്കണം നിങ്ങൾക്ക് എന്ത് ചെയ്യുക പോയിന്റ് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു സ്പിന്ന് കറക്കി നിങ്ങൾക്ക് എത്ര പോയിന്റ് ആയാലും എന്ത് ചെയ്യുക അത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് എന്ത് പറ്റും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഹെക്സ് ഇൻറ്റു 10 എത്ര കിട്ടുന്ന വെച്ചാൽ അത് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണ് ഈ ഒരു ഇതുപോലെ എത്ര ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കാന്ന് വെച്ചാൽ 30 ഗെയിമാണ് കംപ്ലീറ്റ് ആക്കേണ്ടത്. അതായത് 5 ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും ഇവിടെ ക്ലെയിം കാണാൻ പറ്റും. അതുപോലെ 10 ഗെയിം കളിച്ച് നിൽക്കുന്ന ഇവിടെ ക്ലെയിം കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ നിങ്ങൾ എത്ര ഗെയിം കളിക്കുന്നോ ആ ഗെയിമിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക നിങ്ങൾ കാണാൻ പറ്റുക. ഗെയിം കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഷർമെൻറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് കാണുക, സ്പിൻ ചെയ്യുക. ഒരു മെഷർമെൻറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് കാണുക, സ്പിൻ ചെയ്യുക. അങ്ങനെ 30 ഗെയിം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ടൈമുള്ള വെച്ച് എന്ത് ചെയ്യുക അത് മാക്സിമം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും ബോണസായിട്ട് 100 എക്സ്പി കൂടി നിങ്ങൾക്ക് എന്തായി കിട്ടുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ അത്രയുള്ള ക്വസ്റ്റ്. പിന്നെ റെഫർ എന്നുള്ളത് പിന്നെ ഡിസ്കവർ 5000 എക്സ് ആണുള്ളത്. ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ചെയ്ത അതേ സംഭവം തന്നെ.
നിങ്ങൾ ആപ്പിലോട്ട് വരിക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് ചെയ്യാതിരിക്കാൻ നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആക്റ്റീവ് മെഷർമെൻറ്റ് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അവിടെ നിന്ന് മൂവ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. സിറ്റിയിലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ഹെക്സ് കിട്ടുന്ന എമൗണ്ട് കൂടും. ഓക്കെ, പല പല ഡെസിബിളുള്ള സൗണ്ടുകൾ അങ്ങനെ വരുമ്പോൾ കുറേ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ സൈലൻസർ ഡിസ്കോൾ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മറ്റേ പീക്കിൻ്റെ ഡിസ്കോൾ അതിന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് കിട്ടും. അപ്പോൾ അങ്ങനെ കൂടുതൽ ഹെക്സ് കവർ ചെയ്യുക. അതായത് നിങ്ങൾക്ക് വല്ല ട്രാവലൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, അതിങ്ങനെ ഓൺ ആക്കിയിട്ട് അപ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ ഹെക്സ് ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവാം പല പല ഡെസിബിൾ അനുസരിച്ച്. അപ്പോൾ അങ്ങനെ കൂടുതൽ ഹെക്സ് കവർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, വാച്ച് ആഡ് കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഹെക്സ് ക്ലെയിം ചെയ്യുക. അതാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ വേണമെങ്കിൽ വാച്ച് ആഡ് ടു മൾട്ടിപ്പിൾ റിവാർഡ്സ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, രണ്ടും കംപ്ലീറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ രണ്ടും കംപ്ലീറ്റ് ആക്കാൻ നോക്കും. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ടോട്ടൽ നിങ്ങളുടെ പ്രൊഫൈലിൽ 5000 ഹെക്സിന് കംപ്ലീറ്റ് ആവണം. അപ്പോൾ ഇത് വളരെ കുറച്ച് കയറുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഡെയിലി ആക്റ്റീവായിട്ട് ഇരുന്നിട്ട് 5000 ചെയ്യുക. അപ്പോൾ ഇതേപോലെ തന്നെ കൂടുതൽ ഹെക്സ് കിട്ടുന്ന തൊട്ട് താഴെ വേറെ കുറച്ചുണ്ട് 20,000 ഹെക്സ് വന്ന്. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്ഥലങ്ങളിലേക്ക് ഇതിങ്ങനെ കവർ ചെയ്തിട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് എന്താ പറ്റും, ഇത്രയും ഹെക്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇതിൻ്റെ ബോണസ് സ്പീഡ് കിട്ടും ചെയ്യും. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഇനി അടുത്ത് വന്ന് റീച്ച് 30 ഡേ ആക്ടിവിറ്റി സ്ട്രീക്ക് ഓൺ സൈലൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആക്ടിവിറ്റി സ്ട്രീക്ക് ഉണ്ടാകുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഇതിനെ ഹോം ബട്ടണിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാൻ പറ്റും. ഇതാണ് നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റി സ്ട്രീക്ക്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ദിവസം എന്ത് ചെയ്തു, ഇത് ബട്ടൺ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു മെഷർമെൻറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ 1 കാണാൻ പറ്റും. ഇനി നാളെയും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ 2 ആവും. അപ്പോൾ അങ്ങനെ 30 ഡേ ആക്ടിവിറ്റി സ്ട്രീക്ക് കംപ്ലീറ്റ് നോക്കുക. അപ്പോൾ എത്ര ദിവസം നിങ്ങൾ ഡെയിലി ആക്റ്റീവായിട്ട് ഇരുന്ന് എന്ത് ചെയ്ത് ചെയ്യാനാണ് നോക്കുക. അതിൻ്റെ എല്ലാ ദിവസവും ഇത് ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഡെയിലി ആക്ടിവിറ്റി സ്ട്രീക്ക് കൂടുന്നതായിട്ട് കാണാം. അപ്പോൾ അത് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 450 എക്സ്പേർട്ട് കിട്ടും. അപ്പോൾ നമുക്ക് മാക്സിമം അത് എത്ര ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത്ര ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഇനി അടുത്ത് റീച്ച് 100 ടോട്ടൽ വെന്യൂ ചെക്കിൻസ് ആണ്. അപ്പോൾ വെന്യൂ ചെക്കിൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഹോം ബട്ടണിലുള്ള ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ചെയ്തിട്ട് നിങ്ങൾ എവിടെയെങ്കിലും സിറ്റിയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വല്ല കടയിലൊക്കെ പോകുമ്പോൾ എവിടെ പോകുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ ചെല്ലുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ വെന്യൂ ചെക്കുമ്പോൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും സ്ഥലങ്ങൾ വരും. ഏത് സ്ഥലമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുള്ള ഒരു സ്ഥലം കാണിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ ആ വെന്യൂ ചെക്കുമ്പോൾ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സെലക്ട് വെന്യൂ ചെക്കിൻ ആൻഡ് റീച്ച് ദ റിക്വയർഡ് ലെവൽ ടു ദിസ് കോസ്റ്റ്, ക്ലെയിം യുവർ റിവാർഡ്സ് ഫോർ ദിസ് കോസ്റ്റ് എന്ന പോർട്ടൽ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് വെന്യൂ ചെക്കിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു സ്ഥലം വരും. അപ്പോൾ ആ സ്ഥലം നിങ്ങൾ വെറുതെ ചൂസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് മാത്രമാണ് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് നിങ്ങൾ മാക്സിമം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട്, അതായത് 100 ചെക്കുന്ന നിങ്ങൾ എവിടേക്കെങ്കിലും വല്ല ഹോട്ടലിൽ തിന്നാൻ പോകുമ്പോൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അതിന് പുറത്ത് നിൽക്കുമ്പോഴും എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യുക, നിങ്ങൾ വെന്യൂ ചെക്കിങ്ങിന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പല പല സ്ഥലങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിങ്ങനെ വെന്യൂ ചെക്കിങ് ക്ലിക്ക് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ പല സ്ഥലത്ത് ചെയ്യുക. അതുപോലെ 30 യൂണീക്ക് സ്ഥലത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് ഇതുപോലെ ഇത്രയും എക്സ്പി നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എക്സ്പി വന്നിരിക്കുന്നത് 775 ആണ്. അപ്പോൾ ഇത് ഈസിയായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വല്ല കടയിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ 3-5 കടയിൽ ഓരോ സ്ഥലത്ത് എന്ത് ചെയ്യുക, അവിടെ ഓരോരോ യൂണീക്ക് സ്ഥലങ്ങളിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ എക്സ്പി വെന്യൂ ചെക്കിങ് ക്ലിക്ക് ചെയ്ത് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് വെന്യൂ ചെക്കിങ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ സൈലൻസിയോടുള്ള ആക്ടിവിറ്റീസ്. അതുപോലെ സൈലൻസിയോട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റത്തെ മെഷർമെൻറ്റ് എടുത്ത് കഴിയുമ്പോൾ 100 എക്സ്പി കിട്ടും. അതുപോലെ തന്നെ സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ സെയിം ഇമെയിലോട് വെച്ചിട്ട് സൈനപ്പ് ചെയ്ത് എന്ത് ചെയ്യും, അപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യും, 100 എക്സ്പി ഇവിടെയും കിട്ടും. ഇത്രയാണ് സൈലൻസിയോടുള്ള ആക്ടിവിറ്റീസ്. അടുത്ത അവസാനത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ കമ്പൈൻഡറാണ്. അപ്പോൾ കമ്പൈൻഡർ 1, 2, അതുപോലെ 3, 4, 5 ഇങ്ങനെ 5 അക്കൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വ്യൂ കമ്പൈൻഡർ അക്കൗണ്ട് എന്നൊരു അക്കൗണ്ട് ഉണ്ടാവും. അതിവിടെ വെരിഫൈ ചെയ്യുക. അതായത് നിങ്ങൾക്കൊരു വെരിഫൈ അക്കൗണ്ട് കാണാം. അതായത് ബിഗിൻ കോസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കമ്പൈൻഡർ അക്കൗണ്ടിലേക്ക് വരും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, അത് ക്ലെയിം ചെയ്യുക. അപ്പോൾ അത് ക്ലെയിം ചെയ്തു. അപ്പോൾ 100 എക്സ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള ക്വസ്റ്റ് കമ്പൈൻഡറിലുള്ള എല്ലാ ക്വസ്റ്റുകളും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിവൈസ് പഠിക്കണം. ഇവിടെ കളക്ട് എനർജി ഡാറ്റ ആയാലും ആഡ് എനർജി ഡിവൈസ് ആയാലും അതുപോലെ ആഡ് ഡിവൈസ് ആയാലും ഇത് ഏതാണെന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ നമുക്ക് വന്നതിന് കാണാൻ പറ്റും. ഇവിടെ ഒരേ ഡിവൈസ് നിൽക്കുന്നതാണ് ഇവിടെ മേടിക്കണം. അത് ഡിവൈസ് മേടിക്കാനായിട്ട് $10-40 വരും. ഇവിടെ കണ്ടില്ലേ, €25 ആണുള്ളത്. അപ്പോൾ ഇത്രയും വന്ന ഡിവൈസുകൾ നിങ്ങൾക്ക് ഇവിടെ മേടിക്കണം. ഇതൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇതിന് വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊന്നും മേടിക്കാൻ നിങ്ങൾ ഒരു ഉപകാരമില്ലാത്ത, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലാന്നുണ്ടെങ്കിൽ ഇത് മേടിക്കുന്നത് വെറുതെ നഷ്ടമായിരിക്കും. അപ്പോൾ ഇതൊന്നും മേടിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇതിൽ കമ്പൈൻഡറിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ് ഉണ്ട്, അതുപോലെ റെഫറും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ബാക്കി ക്വസ്റ്റുകളൊന്നും ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയുമാണ് ഇതിലെ ആക്റ്റീവായിട്ടുള്ള ക്വസ്റ്റുകൾ. പിന്നെയുള്ള ക്വസ്റ്റുകൾ എന്ന് പറയുന്നത് ഈ ഡിഫൈലുള്ള ക്വസ്റ്റുകളാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലുള്ള ക്വസ്റ്റുകൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് സെക്ഷനിൽ പറഞ്ഞ പോലെ എല്ലാ ക്വസ്റ്റുകളും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ പിന്നെ ഇതിൽ ലീഡർ ബോർഡ് ഉണ്ട്. അപ്പോൾ ലീഡർ ബോർഡിൽ ടോപ്പൊക്കെ എത്താനായിട്ട് മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. അപ്പോൾ എൻ്റെ നിൽക്കുന്ന 1497 എന്ന പൊസിഷനിലാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതിൽ ക്വസ്റ്റുകൾ കംപ്ലീറ്റ് അനുസരിച്ച് എന്ത് ചെയ്യും, 10 SP 20 SP കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, പെട്ടെന്ന് റാങ്ക് കയറാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ചിലപ്പോൾ 240, 260 ആകെ 10-20 പോയിന്റിന് വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ഇത്രയും പോയിന്റ് വ്യത്യാസം എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുന്ന SP എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇവിടെ കയറാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലുള്ള എല്ലാ ക്വസ്റ്റുകളും എന്ത് ചെയ്യുക, മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അതായത് നിങ്ങൾക്ക് ഇവിടെ ചെയ്തു ആക്ടിവിറ്റി ചെയ്തു, ഇപ്പോൾ മെഷീൻ എക്സിൽ കുറേ പേർക്ക് വർക്കാവുണ്ട്, കുറേ പേർക്ക്
വർക്ക് ആവുള്ള. അപ്പോൾ അത് എന്ത് ചെയ്യണം, നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യുക, വേറെ ഡിവൈസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ബ്രൗസർ മാറ്റി നോക്കുക, അങ്ങനെയൊക്കെ ഓരോ വർക്ക് അറൗണ്ട് ചെയ്ത് നോക്കുക, സക്സസ് ആവണം നോക്കുക. എന്നിട്ടും ഇഷ്യൂ ആവുന്നില്ലെങ്കിൽ ഇവിടെ ക്ലിയർ ചെയ്തിട്ടും എൻ്റെ മെഷീൻസ് വർക്ക് ആവുള്ള, അപ്പോൾ ക്ലിയർ ചെയ്തിട്ട് ഇഷ്യൂ നിങ്ങളിവിടെ ഡിസ്കോളിലൊക്കെ ചോദിച്ച് നോക്കുക. അല്ലാണ്ട് നമ്മുടെ ഇങ്ങനെ ഇത് വർക്കാവുള്ള എന്ന് പറഞ്ഞിട്ട് കാര്യം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്കൂടെ ഡിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ വെരിഫൈ ആവാത്ത ഇഷ്യൂസ് ആണെങ്കിൽ ചെയ്യാൻ നോക്കുക. ഏറ്റവും മാക്സിമം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുക, സെയിം ഇമെയിലോട് വെച്ചിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്തതാണ് സെയിം ഇമെയിലോട് വെച്ചിട്ട് വേണം എന്ത് ചെയ്ത് എല്ലാ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഒറ്റ ആക്ടിവിറ്റി ചെയ്യാതെ നല്ല എക്സ്പി കിട്ടട്ടെ, അതുപോലെ തന്നെ നല്ലൊരു റിവാർഡ് കിട്ടുന്ന ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.